നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാമല്ലേ, അവർ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി ഏതൊരു മനുഷ്യനും നമ്മളൊരു പുതിയ എൻവയോൺമെൻറ്റിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ത്രെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗം റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി ചുറ്റും നോക്കും എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. പക്ഷേ അപ്പോൾ ഓൾറെഡി ടെൻസ്ഡ് ആയിട്ട് അവർ വരുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇമേജസ് പിന്നിൽ കാണുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രെയിൻ മിമിക്കിംഗ് എഫക്റ്റാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അതായത് ഭയങ്കരമായിട്ട് കാമാവും. കാരണം പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും തലച്ചോറിന് വളരെയധികം റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ നേച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് കാണുന്നതൊക്കെ തലച്ചോറിനെ വളരെയധികം കാം ചെയ്യും. അപ്പോൾ ആ വിൽഡർനെസ്സും ലൈറ്റ് ആയാലും ഇങ്ങനത്തെ പല കാര്യങ്ങളും ബ്രൈറ്റ്നസ് ആയാലും ഇതെല്ലാം വളരെയധികം ബോഡിയിലോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് അവർ ഇങ്ങനത്തെ ഒരു ഇമേജ് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് കൂടുതലായിട്ട് പീസ്ഫുൾ ആവാനുള്ള വളരെയധികം നമ്മളായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാനും വളരെയധികം സമാധാനമായിട്ട് പോകാനായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പ്രൂവൺ ആണോ എന്നുള്ളത്. അപ്പോൾ റഫേൽ ആൻഡ് സ്റ്റീഫൻ കെപ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവല്യൂഷണറി ബയോളജിസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു തിയറി ഉണ്ട്. അതിൻ്റെ പേര് അറ്റൻഷൻ റീസ്റ്റോറേഷൻ തിയറി എന്നാണ്. ആ തിയറിയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നേച്ചർ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിലാക്സ് ചെയ്യാനും കാം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും മനുഷ്യനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നേച്ചർ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിലാക്സ് ചെയ്യാനും കാം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും മനുഷ്യനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇമേജസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ തരത്തിലുള്ളൊരു പീസ്ഫുൾനെസ് ആണ് മനുഷ്യന്മാരിൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ വളരെയധികം ഡിപ്രസീവായി വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെല്ലാം വരുന്ന സമയത്ത് അവരിരിക്കുന്ന സമയത്ത് അവർ വളരെ ലോ മൂഡിലായിരിക്കും ഉണ്ടാവുക. ആ ലോ മൂഡിനെ കുറച്ചൊന്ന് മാറ്റം വരുത്താനായിട്ട്, കുറച്ചൊന്ന് ഡോപ്പമൈനും സെറോട്ടോണിനും റിലീസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഇമേജസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇത് വളരെ കാമിങ് റിലാക്സിങ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ്.